അശ്ലീല വീഡിയോകളാണ് കർണാടക രാഷ്ട്രീയത്തിൽ തിളച്ചുമറിയുന്നത്. മുൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൌഡയുടെ ചെറുമകനും എച്ച്.ഡി. രേവണ്ണയുടെ മകനുമായ പ്രജ്വൽ രേവണ്ണയാണ് വിവാദത്തിന്റെ കേന്ദ്രം. ലൈംഗികാരോപണത്തിന് പിന്നാലെ എം.പി. കൂടിയായ പ്രജ്വലിനെ JDS സസ്പെൻഡ് ചെയ്തു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നും JDS അറിയിച്ചു. ഹാസൻ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായ പ്രജ്വലിനെതിരെയുള്ള ലൈംഗികാരോപണം JDSന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എതിരാളിയായ കോൺഗ്രസിന് കിട്ടിയ വലിയ രാഷ്ട്രീയ ആയുധമാണ് പ്രജ്വലിനെതിരായ ആരോപണങ്ങൾ. പ്രജ്വലിൻ്റെ ലൈംഗിക വീഡിയോകൾ പുറത്തു വന്നിരുന്നു. 1000-ഓളം വീഡിയോകളാണ് പുറത്തു വന്നത്. പിന്നാലെ പ്രജ്വലിൻ്റെ ലൈംഗിക വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവ് കോൺഗ്രസ് നേതാക്കൾക്ക് കൈമാറിയെന്ന ആരോപണം നിഷേധിച്ച് അദ്ദേഹത്തിൻ്റെ മുൻ ഡ്രൈവർ രംഗത്ത് വന്നു. പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവ് BJP നേതാവ് ദേവരാജ ഗൌഡയ്ക്ക് മാത്രമാണ് താൻ നൽകിയതെന്നും കോൺഗ്രസ് നേതാക്കൾക്ക് കൈമാറിയിട്ടില്ലെന്നും രേവണ്ണയുടെ മുൻ ഡ്രൈവറായ കാർത്തിക് വെളിപ്പെടുത്തി. ചൊവ്വാഴ്ച പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലായിരുന്നു കാർത്തികിൻ്റെ വെളിപ്പെടുത്തൽ. പ്രജ്വൽ രേവണ്ണയുടെ ചൂഷണത്തിനിരയായ സ്ത്രീകൾക്ക് നീതി ലഭിക്കാനാണ് BJP നേതാവായ ദേവരാജ ഗൌഡയെ സമീപിച്ചത്. തൻ്റെ പേരിലുള്ള ഭൂമി രേവണ്ണ കുടുംബം ഭീഷണിപ്പെടുത്തി അവരുടെ പേരിലാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് BJP നേതാവായ ദേവരാജ ഗൌഡയെ കണ്ടത്. അദ്ദേഹത്തിന് മാത്രമാണ് വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവ് നൽകിയത്. ആ പെൻഡ്രൈവ് ദേവരാജ ഗൌഡ മറ്റാർക്കെങ്കിലും കൈമാറിയോ എന്നറിയില്ല. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് പെൻഡ്രൈവ് കൈമാറിയെന്ന് പറഞ്ഞ് അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. ഇത് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ദേവരാജ ഗൌഡയെ സമീപിക്കേണ്ട ആവശ്യമെന്നും കാർത്തിക് ചോദിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. കൈവശമുള്ള മുഴുവൻ രേഖകളും കൈമാറുമെന്നും കാർത്തിക് പറഞ്ഞു. നേരത്തെ പ്രജ്വലിൻ്റെ വീഡിയോകൾ സംബന്ധിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് ദേവരാജ ഗൌഡ കത്ത് നൽകിയിരുന്നു. പ്രജ്വൽ രേവണ്ണയുടെ 3000-ഓളം സെക്സ് വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അതിനാൽ ഹാസനിൽ JDSന് സീറ്റ് നൽകിയാൽ അത് തിരിച്ചടിയാകുമെന്നുമാണ് ദേവരാജ ഗൌഡ കത്തിൽ സൂചിപ്പിച്ചിരുന്നത്. പ്രജ്വൽ രേവണ്ണയുടെ സെക്സ് വീഡിയോകൾ പുറത്തു വന്നതിന് പിന്നാലെ ചൂഷണത്തിനിരയായ സ്ത്രീ വനിതാ കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെ പ്രജ്വലിനെതിരെയും പിതാവ് HD രേവണ്ണയ്ക്കെതിരെയും അവരുടെ വീട്ടുജോലിക്കാരിയും പോലീസിൽ പരാതി നൽകി. തുടർന്ന് ഇരുവർക്കുമെതിരെ പോലീസ് പീഡനക്കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രജ്വൽ രേവണ്ണയുടെ കേസിൽ അന്വേഷണം നടത്താനായി പ്രത്യേക സംഘത്തെയും സർക്കാർ നിയോഗിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപവത്കരിച്ചത്. ഏപ്രിൽ 26-നായിരുന്നു ഹാസൻ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ്. ഇതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് സിറ്റിംഗ് MPയും NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക വീഡിയോകൾ വ്യാപകമായി പ്രചരിച്ചത്. തുടർന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ സംഭവത്തിൽ പരാതിയുമെത്തി. പ്രജ്വലിൻ്റെ 3000-ഓളം സെക്സ് വീഡിയോകളാണ് പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നതെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഇതിൽ ചില വീഡിയോകളുടെ ദൈർഘ്യം ഏതാനും സെക്കൻഡുകൾ മാത്രമാണ്. ഏറെ മിനിറ്റുകൾ ദൈർഘ്യമുള്ള വീഡിയോകളും പെൻഡ്രൈവിലുണ്ട്. കണ്ടെടുത്ത വീഡിയോകളിൽ മിക്കവയും മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചതാണ്. 2019 ശേഷം ഹാസനിലെയും ബാംഗ്ലൂരിലെയും വീടുകൾ വെച്ചാണ് ഇവ ചിത്രീകരിച്ചതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തെക്കേ ഇന്ത്യയിൽ സജീവ സാന്നിധ്യമാകാൻ തന്ത്രങ്ങൾ മെനയുന്ന BJPക്ക് വലിയ തിരിച്ചടിയാണ് സഖ്യകക്ഷിയായ JDS അകപ്പെട്ട പ്രതിസന്ധി. സംഭവത്തിൽ BJP പ്രതികരിച്ചിട്ടില്ല. അന്വേഷണം പൂർത്തിയായ ശേഷം പ്രതികരിക്കാമെന്നാണ് BJP നേതാക്കൾ പറയുന്നത്.